കായംകുളം നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും മൊബൈൽ ശുചിമുറി മാലിന്യ പ്ലാന്റിന്റെയും ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ റോഡിൽ മാലിന്യം വലിച്ചെറിഞ്ഞവർക്ക് പിഴയായി ചുമത്തിയത് 8.55 കോടി രൂപയാണെന്ന് മന്ത്രി പറഞ്ഞു. കായംകുളം നഗരസഭയുടെ ആധുനിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ പ്ലാന്റിന്റെ ഫ്ളാഗ് ഓഫും നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. റോഡിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരിൽ നിന്നും കഴിഞ്ഞ 5 മാസം കൊണ്ട് പിഴയായി ചുമത്തിയത് 8.55 കോടി രൂപയാണെന്ന് മന്ത്രി പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. റോഡുകളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അത് വീഡിയോയായി പകർത്തി അധികൃതരെ അറിയിക്കുന്നവർക്ക് പിഴത്തുകയുടെ 4% ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2 കാര്യങ്ങളാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ജൈവ മാലിന്യം സംസ്കരിക്കാനുള്ള മെക്കനൈസ്ഡ് പ്ലാന്റ്. ഇവിടെ പറഞ്ഞു കേരളത്തിൽ ആദ്യത്തെയാണ് എന്ന്. കേരളത്തിൽ ആദ്യത്തെയല്ല, പക്ഷെ മികച്ച പ്ലാന്റാണ് കായംകുളം നഗരസഭ നിർമ്മിച്ചിട്ടുള്ളത്. മികച്ച പ്ലാന്റ്. തൃശ്ശൂർ നഗരസഭയൊക്കെ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കണം. ഈ മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ എന്തോ വളരെ മോശം കാര്യമാണെന്നും മൂക്കുപൊത്തി ചെയ്യേണ്ടതാണ് എന്നുമൊക്കെയുള്ള തെറ്റിദ്ധാരണ മാറണമെങ്കിൽ നമ്മുടെ പല തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയിൽ നിന്നും വിവരമില്ലായ്മയിൽ നിന്നും ഉണ്ടാവുന്നതാണല്ലോ. പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് അറിയില്ലെങ്കിലും ആധികാരികമായിട്ട് അറിയാമെന്നുള്ള മട്ടിലങ്ങ് എതിർത്ത് കളയും പലതിനെയും. അപ്പം മാലിന്യ സംസ്കരണത്തോട് അത്തരമൊരു എതിർപ്പ് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ ചെയർപേഴ്സൺ? ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. 6 ടൺ അല്ലേ കപ്പാസിറ്റി? 6 ടൺ ജൈവ മാലിന്യം ഒരു ദിവസം സംസ്കരിക്കാം. കായംകുളം നഗരസഭയിലെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പച്ചക്കറി മാർക്കറ്റ് എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ജൈവ മാലിന്യം അന്നന്ന് തന്നെ സംസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ പ്ലാന്റിലുണ്ട്. ഇപ്പം പലരും ചെയ്യുന്നത് എന്താ, പന്നി ഫാമിലേക്കാണെന്നും പറഞ്ഞയക്കും. നമ്മളൊരു പരിശോധന നടത്തിയപ്പോൾ കേരളത്തിലാകെയുള്ള പന്നികളുടെ എണ്ണവും പന്നി ഫാമിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന മാലിന്യത്തിൻ്റെ അളവും ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. ഒരു പരിശോധനയും പഠനവും സർക്കാർ നടത്തി. ഇത്രമാത്രം മാലിന്യം പന്നികൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്, പന്നി ഫാം എന്നത് ഒരു ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനമല്ല. അതിന് ഇതുപോലുള്ള ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ തന്നെ വേണം. അപ്പോൾ കായംകുളം നഗരസഭയെ ഈ 2 മികച്ച പദ്ധതികൾ നടപ്പിലാക്കിയ നഗരസഭ എന്ന നിലയിൽ നഗരസഭയെയും അതിന് നേതൃത്വം കൊടുത്ത ചെയർപേഴ്സണെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും സർക്കാരിനും വേണ്ടി ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇതാണ് ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല മാറ്റം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്, പഴയതുപോലെയല്ല. പിന്നെ മാലിന്യം പച്ചക്കറി മാർക്കറ്റിലും മാലിന്യം എവിടെയെങ്കിലും കൊണ്ട് തട്ടേണ്ട കാര്യമില്ല. ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും മാലിന്യം തോട്ടിലേക്കോ പുഴയിലേക്കോ കായലിലേക്കോ ഒഴുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത നടപടി എടുക്കണം. വെള്ളത്തിൽ മാലിന്യം കൊണ്ടുപോയിട്ട് തട്ടിയാൽ 50,000 രൂപ വരെ പിഴയും ജാമ്യമില്ലാത്ത വകുപ്പുമാണ്. ഇരുമ്പഴിക്കുള്ളിൽ കിടക്കണം. അതിനുള്ള നിയമമുണ്ട്. കായംകുളം നഗരസഭ 23-ാം വാർഡിൽ 4.5 ഏക്കർ സ്ഥലത്താണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ദിവസേന 6 ടൺ ജൈവ മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കുവാൻ കഴിയും. സംസ്ഥാനത്തെ ആദ്യ മെക്കനൈസ്ഡ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കൂടിയാണിത്. വീടുകളിലെത്തി കക്കൂസ് മാലിന്യം ശേഖരിക്കുകയും അവിടെ വെച്ച് തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്ന മൊബൈൽ പ്ലാന്റിനാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തും മൊബൈൽ പ്ലാന്റിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അങ്കണത്തിലുമാണ് നടന്നത്. 50-ലേറെ കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ, ടിൻ ബിന്നുകൾ അടക്കം IEC ബോർഡുകൾ അടക്കം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാൻ 10 കേന്ദ്രങ്ങളിൽ CCTV ക്യാമറ, എല്ലാ വാർഡിലും MCF സ്ഥാപിച്ച് നിയമലംഘനങ്ങൾ നടത്തിയവരിൽ നിന്നും 4,160,000 രൂപ പിഴ ഈടാക്കി. ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ള ജൈവ മാലിന്യങ്ങൾ എല്ലാ മാസവും ശേഖരിക്കുന്നു. ഭൂരിപക്ഷം വാർഡുകളിലും 100%-ലധികം യൂസർ ഫീ ലഭിക്കുന്നുണ്ട്. ഈ വേസ്റ്റുകൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. ഹരിതമിത്ര ആപ്പ് ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനത്തിൽ കായംകുളം നഗരസഭ സംസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം
ഒന്നാം സ്ഥാനത്താണ്. ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. യോഗത്തിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ച വ്യക്തികളുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഡീഡ് പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി സനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എസ് കേശുനാഥ്, മായാദേവി, ഫസാന ഹബീബ്, PS സുൽഫിക്കർ, ഷാമില അനിമോൻ, വാർഡ് കൌൺസിലർ CA അനിൽകുമാർ, മുൻ നഗരസഭാ ചെയർമാൻമാരായ ഷെയ്ഖ് പി ഹാരിസ്, N ശിവദാസൻ, CPM ഏരിയ സെക്രട്ടറി B അബിൻഷാ, ലിയാഖത്ത് പറമ്പി, സക്കീർ മലഞ്ചേരി, സലിം മുരുക്കുമൂട്, നഗരസഭാ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ലീൻ സിറ്റി മാനേജർ ശ്രീകുമാർ നന്ദി പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.